യേശുനാഥൻ്റെ ദൈവത്വത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തിരുസഭാ മാതാവ് ഇന്ന് നമുക്ക് നൽകുന്ന വചനധ്യാനം മർക്കോസിൻ്റെ സുവിശേഷം 6-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങളാണ്. ഇന്ന് തിരുസഭ വിശുദ്ധ ജോൺ ബോസ്കോയുടെ തിരുനാൾ കൊണ്ടാടുകയാണ്. ഏവർക്കും ഈ തിരുനാളിൻ്റെ അനുഗ്രഹാശംസകൾ നേരുന്നു. കർത്താവായ യേശുനാഥനെ സ്വന്തം ജനവും നാട്ടുകാരും തിരസ്കരിച്ചു പറയുന്നു, ഇവൻ ആ തച്ചൻ്റെ മകനല്ലേ. കർത്താവ് പറഞ്ഞു, ഒരു പ്രവാചകനും സ്വന്തം നാട്ടിൽ അംഗീകരിക്കപ്പെടുന്നില്ല. 3 ചിന്തകളിലൂടെ ഈ ധ്യാനത്തെ നമുക്ക് ക്രമപ്പെടുത്താം. 1. ദൈവപുത്രൻ്റെ 30 വർഷത്തെ നിശബ്ദ ധ്യാനമായ ജീവിതം. ക്രിസ്തുവിൻ്റെ നിശബ്ദ ധ്യാനമായിരുന്നു 30 വർഷത്തെ അവൻ്റെ നസറത്ത് ജീവിതം. ഒരർത്ഥത്തിൽ താൻ ദൈവകുമാരനാണെന്ന് അറിയാമായിരുന്ന യേശുനാഥൻ അത് മറച്ചുവെക്കാൻ പരിശ്രമിച്ച നാളുകളുടെ എണ്ണമാണ് 30 വർഷങ്ങൾ. ഈ 30 വർഷക്കാലത്തോളം കർത്താവ് ഒരത്ഭുതവും ഒരു സൗഖ്യവും പ്രവർത്തിച്ചതായി വചനത്തിൽ പറയുന്നില്ല. ദൈവത്തിന് ഒന്നും അസാധ്യമല്ലെന്ന് പറഞ്ഞ ക്രിസ്തു ദൈവ സാധ്യതകളെ പൂർണ്ണമായും വിശ്വസിച്ചു. വചനത്തിൽ പറയുന്നത് പോലെ 1000 സംവത്സരം ദൈവത്തിന് ഒരു ദിവസം പോലെയും ഒരു ദിവസം 1000 സംവത്സരങ്ങൾ പോലെയുമാണ്. അതുകൊണ്ട് തന്നെ 30 വർഷം എന്നത് ക്രിസ്തുവിനെ സംബന്ധിച്ചിടത്തോളം ദൈവപദ്ധതിയുടെ ഒരു ദിവസം പോലെ തന്നെയായിരുന്നു എന്നത് സത്യം. അതുപോലെ ക്രിസ്തുവിൻ്റെ 3 വർഷക്കാലത്തെ പരസ്യ ജീവിതം ഒരു സംവത്സരം പോലെയും ആയിരുന്നു എന്ന് നാം ധ്യാനിക്കേണ്ടി വരും. ക്രിസ്തുവിൻ്റെ രഹസ്യ ജീവിതത്തിൻ്റെ പൊരുൾ ഇവിടെയാണ് നാം ധ്യാനിക്കുന്നത്. നാം എത്രത്തോളം ആ ക്രിസ്തുവിനെ ബോധ്യപ്പെടാൻ ജീവിക്കുന്നുവോ, കാത്തിരിക്കുന്നുവോ, ഒരുങ്ങുന്നുവോ, അത്ര കണ്ട് ക്രിസ്തു നമ്മുടെ സ്വന്തമാകുവാൻ കടന്നു വരുന്ന ദൈവമാണ്. അതിനാൽ യേശുവിനെ ധ്യാനിക്കുന്നതിലൂടെ ക്രിസ്തു നമ്മുടെ വളരെ അരികെ കടന്നു വരികയും യേശുവിൻ്റെ വചനങ്ങൾ പ്രവർത്തിക്കുന്നതിലൂടെ നമ്മുടെ ഉള്ളിൽ വസിക്കുകയും ചെയ്യുന്ന ദൈവമാണ് അവിടുന്ന്. 2. ക്രിസ്തുവിനെ അറിയാൻ. ക്രിസ്തുവിൻ്റെ അരികെ അവർ ഇരിക്കുമ്പോഴും അവർ അകലെയായിരുന്നു. നമ്മിലൊക്കെ ആത്മീയ ആഴമുണ്ടെന്ന് നാം വിശ്വസിക്കുന്നവരാണ്. അവനെ അറിയാമെന്ന് നാം ധരിക്കുമ്പോഴും നാം അവനെ അറിഞ്ഞിട്ടില്ല എന്ന യാഥാർത്ഥ്യം നാം മനസ്സിലാക്കണം. നമ്മൾ സൂര്യൻ്റെ ഒരു കിരണം മാത്രമാണ് അനുഭവിക്കുന്നത്. അതിനാൽ തന്നെ ക്രിസ്തുവിനെ അറിയാനുള്ള ഏകമന്ത്രം ഞാൻ യേശുവിനെ അറിഞ്ഞിട്ടില്ല എന്ന തിരിച്ചറിവാണ്. ക്രിസ്തുവിനരികെ ജീവിച്ചിരുന്ന ബന്ധുജനവും ക്രിസ്തുവിൻ്റെ ബന്ധുജനത്തെ നോക്കിയും തൊഴിൽ നോക്കിയും കുലം നോക്കിയും ക്രിസ്തുവിനെ വിലയിരുത്തിയവരും ക്രിസ്തുവിനെ തിരിച്ചറിഞ്ഞില്ല. അവർ തിരിച്ചറിഞ്ഞത് ജോസഫിൻ്റെ മകനായ തച്ചനെ മാത്രമായിരുന്നു. നാം എത്രത്തോളം ക്രിസ്തുവിനെ തിരിച്ചറിഞ്ഞു? 3. തളരാത്ത ക്രിസ്തു. ബന്ധുജനത്തിൻ്റെയും സ്വന്തം ജനത്തിൻ്റെയും തിരസ്കരണം ക്രിസ്തുവിനെ തളർത്തുന്നില്ല. മറിച്ച് അവർ ക്രിസ്തുവിൽ ഇടറി എന്നാണ് വചനം നമ്മോട് പറയുന്നത്. ക്രിസ്തു അടുത്ത ഗ്രാമങ്ങളിലേക്ക് സഞ്ചരിക്കുകയാണ് ചെയ്തത് ഈ തിരസ്കരണങ്ങളുടെ മധ്യത്തിൽ തന്നെയും. കാരണം ക്രിസ്തുവിൻ്റെ ജ്ഞാനം സ്വർഗത്തിൽ നിന്നുമായിരുന്നു എന്നതാണ് സത്യം. സ്വർഗത്തെ കണ്ട് ദൈവരാജ്യപാതയിൽ നടന്ന ക്രിസ്തു ദൈവ മഹത്വത്തിൽ വസിച്ച ദൈവപുത്രനായിരുന്നു. കാരണം ക്രിസ്തുവിൻ്റെ മാനുഷിക ജനനം ഭൂമിയിലും ആത്മീയ ജനനം സ്വർഗത്തിലുമായിരുന്നു. അതിനാൽ തന്നെ മാനുഷിക തലമായ നശ്വരതയെ ക്രിസ്തുവിലുള്ള അനശ്വരത ഗ്രസിച്ചു എന്നതാണ് യേശുവിൻ്റെ അതിജീവന സത്യം. ജനത്തിന് യേശുവിനെ മനസ്സിലാകാതെ പോയതിനുള്ള കാരണവും ഇതുതന്നെയാണ്. മനുഷ്യർക്ക് ദുർഗ്രഹമായിരുന്ന ക്രിസ്തുവിലെ ദൈവത്വത്തെ ഗ്രഹിക്കുവാൻ നാം ക്രിസ്തുവിൻ്റെ തന്നെ സഹായം യാചിക്കേണ്ടതുണ്ട്. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. നിത്യമാം സ്നേഹത്തിൻ ആഴമുയരവും നീളവും വീതിയും ആരാഞ്ഞിടാം. നിത്യമാം സ്നേഹത്തിൻ
തിരഞ്ഞെടുത്തോ എന്നെ ശുദ്ധരോടൊത്തു വസിപ്പതിനായി. ഇഷ്ടരിൽ നിന്നെല്ലാം തിരഞ്ഞെടുത്തോ എന്നെ ശുദ്ധരോടൊത്തു വസിപ്പതിനായി. ഉലകിലെന്നരികിലായി പ്രിയമായ പലതുണ്ട്, അതിലെല്ലാം പ്രിയമായ പ്രിയനുണ്ട്. ഉലകിലെന്നരികിലായി പ്രിയമായ പലതുണ്ട്, അതിലെല്ലാം പ്രിയമായ പ്രിയനുണ്ട്. എങ്കിലോ കാൽവരി സ്നേഹത്തിൻ മുൻപിലായി അലിഞ്ഞുപോം ഇവയെല്ലാം മഞ്ഞുപോലെ. എങ്കിലോ കാൽവരി സ്നേഹത്തിൻ മുൻപിലായി അലിഞ്ഞുപോം ഇവയെല്ലാം മഞ്ഞുപോലെ. നിത്യമാം സ്നേഹത്തിൻ ആഴമുയരവും നീളവും വീതിയും ആരാഞ്ഞിടാം. ഇഷ്ടരിൽ നിന്നെല്ലാം തിരഞ്ഞെടുത്തോ എന്നെ ശുദ്ധരോടൊത്തു വസിപ്പതിനായി. കൂട്ടുകാർ പിരിഞ്ഞിടും, സോദരർ കൈവിടും, മാതാപിതാക്കളും മറന്നു പോകും. കൂട്ടുകാർ പിരിഞ്ഞിടും, സോദരർ കൈവിടും, മാതാപിതാക്കളും മറന്നു പോകും. മരണത്തിൻ കൂരിരുൾ താഴ്വര കഴിവോളം പിരിയാതെൻ കൂടവേ പാർത്തിടും താൻ. മരണത്തിൻ കൂരിരുൾ താഴ്വര കഴിവോളം പിരിയാതെൻ കൂടവേ പാർത്തിടും താൻ. നിത്യമാം സ്നേഹത്തിൻ ആഴമുയരവും നീളവും വീതിയും ആരാഞ്ഞിടാം. ഇഷ്ടരിൽ നിന്നെല്ലാം തിരഞ്ഞെടുത്തോ എന്നെ ശുദ്ധരോടൊത്തു വസിപ്പതിനായി. പിരിയാത്ത സ്നേഹിത, തീരാത്ത പ്രേമമേ, നീ എൻ്റെ നിത്യാവകാശമല്ലേ. പിരിയാത്ത സ്നേഹിത, തീരാത്ത പ്രേമമേ, നീ എൻ്റെ നിത്യാവകാശമല്ലേ. ഈ ഭൂവിൽ മാത്രമോ നിത്യയുഗങ്ങളിലും എൻ പ്രേമകാന്തനായി നീ വന്നിടുമേ. ഈ ഭൂവിൽ മാത്രമോ നിത്യയുഗങ്ങളിലും എൻ പ്രേമകാന്തനായി നീ വന്നിടുമേ. നിത്യമാം സ്നേഹത്തിൻ ആഴമുയരവും നീളവും വീതിയും ആരാഞ്ഞിടാം. ഇഷ്ടരിൽ നിന്നെല്ലാം തിരഞ്ഞെടുത്തോ എന്നെ ശുദ്ധരോടൊത്തു വസിപ്പതിനായി. ഇഷ്ടരിൽ നിന്നെല്ലാം തിരഞ്ഞെടുത്തോ എന്നെ ശുദ്ധരോടൊത്തു വസിപ്പതിനായി.